അല്ല, ഇത് കുടുക്കി എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. കാരണം കളവ് നടത്തുകയും അതിനുവേണ്ടി പലതരം ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്തു. അത് പതുക്കെ പതുക്കെ പരിശോധിക്കപ്പെടുന്ന സമയത്ത് തുറക്കപ്പെടും. അങ്ങനെ അറിയും ആരാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളി എന്നുള്ളത്. അതാണ് കേസന്വേഷണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം ഈ കേസുകളൊക്കെ അന്വേഷിച്ച് നിന്ന് നമ്മളുടെ പ്രമാണിയുടെ അടുത്തെത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ അന്വേഷണം തീർന്നു, സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. അതെ, നിൽക്കുകയും താഴെയുള്ളവർ മുഴുവൻ എന്ത് ചെയ്യും, കുറ്റവാളികളായിട്ട് പിടിക്കപ്പെടുകയും അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യത്യാസം യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ മാത്രമാണ്. ആ ഒരു പാവമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ജയിലിലേക്ക് അകത്തായത്. ബാക്കിയവരും അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനത്തെ തന്നെ സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 2018-19 ഈ ദ്വാരപാല ശില്പത്തിലും അതേപോലെ തന്നെ കട്ടിളപ്പടിയിലൊക്കെ ഉണ്ടായ സ്വർണം ഇവന്മാർ അഴിച്ചുകൊണ്ടുപോയി. അങ്ങനെ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് സ്വർണ്ണപ്പാളികളായിരുന്നില്ല, ചെമ്പുപാളികളായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചത് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അന്വേഷണ വാർത്തകളിൽ നിന്ന് ചോർന്നു കിട്ടുന്ന വാർത്തകൾ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. കാരണം കൃത്യമായിട്ടൊന്നും മുഴുവൻ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതായത് അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് ശ്യാം ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്രേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.